പ്രിയപ്പെട്ടവരെ, ആണ്ടോടാണ്ട് നേർച്ചകളും വഴിപാടുകളും യാഗങ്ങളും നോയമ്പുകളും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. പദയാത്രകളും തീർത്ഥാടനങ്ങളും പെരുന്നാളുകളും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എന്നാൽ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയാത്ത എന്ത്? അതുകൊണ്ട് ദൈവവചനം പറയുന്നു, അവിശ്വാസികളുടെ ഹൃദയം പിശാച് കുരുടാക്കി കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ടിന്റെ തേർവാഴ്ച നടക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ, നിങ്ങൾ വിശുദ്ധന്മാരായിട്ട് തീരുവാൻ, സ്വർഗത്തിന് അവകാശമായിട്ട് തീരുവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്തത് വഴി അത് വിശ്വസിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വിശ്വസിക്കണം. കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ പാപത്തിന്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞും 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്റെ പാപത്തിന് പരിഹാരം ക്രൂസിൽ വെച്ച് നടത്തിയതാണ്. ഞാനത് വിശ്വസിക്കുന്നു. ആകിയാൽ എന്റെ കടത്തിന്റെ ഇനിയൊരു വീട്ടൽ ആവശ്യമില്ല. ഇനിയും ഞാൻ പാപത്തിന് പരിഹാരമായിട്ട് ഒന്നും ചെയ്യുവാനില്ല. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ആ ഹൃദയംഗമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. എനിക്ക് പകരക്കാരനായിട്ട് ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസത്താൽ നിങ്ങളുടെ മരണം നീങ്ങിപ്പോയെന്നാണ് എൻ്റെ അർത്ഥം. എന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ദൈവകോടതി നിങ്ങളുടെ മേൽ തരുന്നില്ല. കാരണം ഒരു തെറ്റിന് 2 പേരെ ശിക്ഷിപ്പാൻ കോടതിക്ക്, നമ്മുടെ ഇന്ത്യൻ കോടതിക്ക് പോലും കഴിയത്തില്ല. ഞാനൊരു കൊലപാതകം ചെയ്യുന്ന കരുതിക്കുക, ഞാനൊരു തെറ്റ് ചെയ്യുന്ന കരുതുക. എന്നാൽ എന്താണ്, പോലീസുകാർ വന്ന് മറ്റൊരുവനെ പ്രതിയാക്കി എല്ലാ തെളിവുകളും അവനെതിരെ നിരത്തി കോടതി അംഗീകരിച്ച് അവന് വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും അതേ തെറ്റ് ഞാനാണ് ചെയ്തതെന്ന് നാളെ ലോകത്തിന് ബോധ്യപ്പെട്ടാലും ഈ കൊലപാതകത്തിന് എന്നെ ശിക്ഷിപ്പാൻ ഇന്ത്യൻ കോടതിക്ക് അധികാരമില്ല.